ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് പാർട്ട് 8 ഡേ. ഇന്നത്തെ ഫുഡിങ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വ്ളോഗ്. ഞാൻ അധികം അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല, എന്നാലും ഞാൻ കഴിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് എന്നും മോർണിംഗിലൊരു സ്മൂത്തി, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഡെയിലി റുട്ടീനാണ്. അപ്പോൾ എൻ്റെ സ്മൂത്തി അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. മമ്മി അടിച്ച് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ വേറെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനിത് ശരിക്കും കുടിക്കുന്നത് വെയിറ്റ് ഗെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ശരിക്കും മാറ്റമുണ്ട്. അപ്പം നല്ല റെസിപ്പിയാണ്. വെയിറ്റൊക്കെ ഒരുപാട് കുറവുള്ളവർക്ക്, എനിക്ക് വെയിറ്റ് അധികം ഇല്ല, അപ്പോൾ വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഇതിലൊട്ടും ഷുഗറോ അങ്ങനെയുള്ള ഒന്നും നമ്മൾ അധികം ചേർത്തിട്ടില്ല. അധികം നല്ല ഒട്ടും ചേർത്തിട്ടില്ല. നമുക്ക് നല്ല ന്യൂട്രിയൻസ് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ വെയിറ്റ് ഗെയിനിന് വേണ്ടി കഷായം, ലേഹ്യമൊക്കെ കഴിക്കുന്നതിലും നല്ലത് ഇതിൽ നല്ല ടേസ്റ്റോടെ കഴിക്കുന്നില്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എനിക്കെന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. സത്യത്തിൽ ഇത് കുടിക്കാൻ ഇത്രയും ടൈമൊന്നും എടുക്കില്ല, പക്ഷേ എനിക്ക് വെള്ളം പോലും എനിക്ക് ഇറക്കുമ്പം ചവച്ചൊക്കെയാണ് ഞാൻ ഇറക്കുന്നത്. അതാണ് ഇത്രയും ടൈം എടുക്കുന്നത്. എൻ്റെ ടേസ്റ്റ് വെച്ച് നമുക്ക് ഒറ്റ വിലയ്ക്ക് കുടിച്ച് ചേർക്കാവുന്ന സാധനമേ ഉള്ളൂ. എന്തായാലും എൻ്റെ സ്മൂത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. സ്മൂത്തി കുടിച്ച് ഉടനെ അല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പം നമുക്ക് രാവിലെ ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവ് അങ്ങനെ സാധാരണ ഉണ്ടാക്കുന്നതല്ല. ഇടയ്ക്കിടയ്ക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് ആവുമല്ലോ. അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവിൻ്റെ കൂടെ കറി, പ്രത്യേകിച്ച് ഞാൻ കറിയൊന്നും കഴിക്കാറില്ല. ഉപ്പുമാവുണ്ടെങ്കിൽ പഴം എന്തെങ്കിലും കൂട്ടിയാണ് കഴിക്കുന്നത്. പൊതുവെ എന്ത് സാധനം കഴിക്കുമ്പോഴും ഞാൻ അങ്ങനെയാണ്. കറി അധികം എനിക്ക് ഒന്നിനും വേണ്ട. നല്ല സോഫ്റ്റ് ഉപ്പുമാവായിരുന്നു കേട്ടോ. ഞാനങ്ങനെ കുഴച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ഏകദേശം ആയി. നമ്മുടെ വയറൊക്കെ നിറഞ്ഞു. പനിയായതുകൊണ്ട് തന്നെ ഒരു ടാബ്ലറ്റ് എടുക്കുകയാണ്. ഡയറ്റിൻ്റെ ഡേ ആണല്ലോ. അപ്പോൾ ഈ ഡേയിൽ ഞാൻ ഇതും കഴിക്കുവാണല്ലോ, അതുകൊണ്ടാണ് അതും കൂടെ ഞാൻ കാണിച്ചത്. എന്തോ പണ്ടൊന്നും എനിക്ക് അങ്ങനെ അധികം പനി ഇതൊന്നും വരത്തില്ലായിരുന്നു. ഇപ്പം കാറ്റടിച്ചാലും മഴയടിച്ചാലും പനിയാണ്. ഇനി നമ്മളൊരിടം വരെ പോകണം. ഒരു കല്യാണമുണ്ട്. പനിയാണെന്ന് തോന്നാതിരിക്കാനാണ് കുറച്ചധികം ലിപ്സ്റ്റിക്ക് ഇട്ടത് കേട്ടോ. പനിയും പിടിച്ചൊക്കെ കല്യാണത്തിന് പോകുന്നത്, പക്ഷേ വീട്ടിൽ ഇരുന്ന് ബോറടിക്കുന്നു. അങ്ങനെ കല്യാണത്തിന് ഞാനും ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് അവിടെ നിന്നായിരുന്നു. ബിരിയാണി, നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു, ബീഫും ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം മസ്റ്റാണല്ലോ. പനിയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഒരു നിമിഷം അങ്ങ് മറന്നു. അഹങ്കാരമല്ലേ, ഗുളികയും കഴിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. കല്യാണത്തിന് പോയ വിശേഷങ്ങളൊക്കെ വേറെ വീഡിയോയിൽ പറയാം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം റീൽസ് പരിപാടികളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ വായി നോക്കി നിന്നു. അങ്ങനെ വൈകുന്നേരമായി. അപ്പോഴത്തേക്കും എന്താ വരുന്നു ഒരു കപ്പയ്ക്ക. നമ്മുടെ കപ്പയ്ക്ക പല നാട്ടിലും പല പേരാണല്ലോ. എന്തോ ഓമയ്ക്ക, പപ്പായ, കപ്ലിങ്ങ, അങ്ങനെ എന്തൊക്കെയോ പേരുണ്ടല്ലോ. നമ്മുടെ ഇവിടെ കപ്പയ്ക്ക. അപ്പോൾ കപ്പയ്ക്ക കിട്ടി. ഇപ്പം കപ്പയ്ക്ക സീസണാണെന്ന് തോന്നുന്നു. നല്ല പഴുത്ത കപ്പയ്ക്ക. ഒരുപാടങ്ങ് പഴുത്തിട്ടില്ല, എന്നാലും പഴുത്തു. കട്ടിയൊന്നുമില്ലായിരുന്നു. നല്ല സോഫ്റ്റായിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള കപ്പയ്ക്കായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. കപ്പയ്ക്ക സീസണായ പിന്നെ എപ്പോഴും കപ്പയ്ക്ക. നമ്മുടെ വീട്ടിൽ കപ്പയ്ക്ക വേണമെന്നില്ല, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായാലും മതി. നമ്മൾക്കുള്ളതുപോലെ തന്നെയാണ്. അങ്ങനെ ഡെയിലി ഒന്നും ഇതൊന്നും കിട്ടാറില്ല, പക്ഷെ കിട്ടുന്നതൊന്നും നമ്മൾ വെറുതെ കളയാറുമില്ല. എല്ലാം നമ്മൾ വാരി കഴിക്കണം. പക്ഷെ ഇപ്പോൾ ഡെയിലി കപ്പയ്ക്ക ഉണ്ട് കേട്ടോ. കപ്പയ്ക്ക സീസണല്ലേ, അതുകൊണ്ട്. പിന്നെ അങ്ങനെ വൈകിട്ട് ഞാൻ ചായ കുടിക്കുന്നത് ഏകദേശം ഒരു 6-7 മണി ആകുമ്പോഴാണ്. അപ്പോൾ എന്നും ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടായിരിക്കും. ഇന്ന് നമുക്കുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. എണ്ണയൊക്കെ കുറയ്ക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് പറ്റില്ല കഴിക്കാതിരിക്കാനായിട്ട്. ഉഴുന്നുവട ഉണ്ടായിരുന്നു, പരിപ്പ് വട ഉണ്ടായിരുന്നു, ഉള്ളിവട ഉണ്ടായിരുന്നു. എല്ലാം ഓരോന്ന് കഴിക്കാതെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഇതൊക്കെ വേണ്ടാന്ന് നോക്കുന്നു. ഓയിലേക്ക് ഒഴിവാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ടേസ്റ്റുള്ള സാധനമൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും? ഒരിക്കലും പറ്റില്ല. പിന്നെ നമ്മൾ ഡെയിലി കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഡെയിലി അങ്ങനെ ഓയിലി ഫുഡൊന്നും ആയിരിക്കില്ല. ഇടയ്ക്കൊക്കെ ഇത് വൈകിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേറെ വല്ല ഐറ്റംസും ആയിരിക്കും, സ്നാക്സും എല്ലാം ആയിരിക്കും. പക്ഷേ കിട്ടുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ വേണ്ടാന്ന് വയ്ക്കാറുണ്ട്.
കള്ളമെന്ന് തോന്നുന്നുണ്ടോ ശരിക്കും? ഓക്കെ, ഇനി നമ്മുടെ മൂവി ടൈമാണ്. ടി വിയിൽ മറ്റേ ഹൃദയപൂർവ്വം സിനിമ ഓടുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം സിനിമ കണ്ടുകൊണ്ടിരിക്കാം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഫുഡിങ്ങിനുള്ള ടൈം ആവുമല്ലോ. ഓക്കെ, അങ്ങനെ നൈറ്റ് നമുക്ക് ഫുഡ് നല്ല ചൂടുള്ള അപ്പവും ബീഫ് കറിയുമായിരുന്നു. അപ്പവും ബീഫും നമുക്ക് എന്തോ ഒരു വികാരമാണല്ലോ. അപ്പോൾ രാത്രി അത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ആ വികാരത്തോടെ തന്നെ ഞാനത് കഴിച്ചു, ആസ്വദിച്ച് തന്നെ കഴിച്ചു. അങ്ങനെ ഇതോടെ നമ്മുടെ വാട്ട 18 അവസാനിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.